തിരുവനന്തപുരത്ത് ബാങ്കിൽ നിന്ന് പണമെടുത്ത് പുറത്തിറങ്ങുന്നവരെ ഉന്നമിട്ട് ആസൂത്രിത കവർച്ച. ബാങ്കിനകത്തും പുറത്തുമായി മോഷണ സംഘം നിലയുറപ്പിക്കും. പിന്നീട് പണവുമായി പുറത്തിറങ്ങുന്നവരെ പിന്തുടർന്ന് പണം തട്ടിയെടുക്കും. അതാണ് രീതി. നെടുമങ്ങാട് താന്നിമൂട് സ്വദേശി ഹുസൈന് നഷ്ടമായത് ഇങ്ങനെ 1 ലക്ഷം രൂപയാണ്. സിനിമാ സ്റ്റൈലിൽ നടന്ന മോഷണത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്ഥലം നെടുമങ്ങാടുള്ള കാനറ ബാങ്കിന്റെ ശാഖ. സമയം രാവിലെ 10 മണി. ബാങ്കിൽ ഇടപാടുകാരുടെ തിരക്ക്. ഇതിനിടയിലേക്ക് ബാങ്ക് പരിസരത്ത് 2 ബൈക്കുകളിലായി 4 പേരെത്തുന്നു. ഇതിൽ 2 പേർ ബാങ്കിന്റെ ഉള്ളിലേക്ക്. ഇടപാടുകാരെ പോലെ ബാങ്കിലെത്തിയവരുടെ ഉദ്ദേശം വലിയ തുക പിൻവലിക്കുന്നവരെ നിരീക്ഷിക്കുകയാണ്. 1 ലക്ഷം രൂപ പിൻവലിക്കാനെത്തിയ സിയാദിനെ ഇവർ നോട്ടമിടുന്നു. പണവുമായി വരുന്നുണ്ടെന്ന് പുറത്തുള്ളവർക്ക് അലർട്ട് നൽകിയ ശേഷം ഇരുവരും സിയാദിനെ പിന്തുടരുന്നു. നിഴല് പോലെ 4 പേർ പിന്തുടരുന്നുണ്ടെന്ന കാര്യം അറിയാതെ സിയാദ് തന്റെ നീല സ്കൂട്ടറിൽ ബാങ്കിൽ നിന്നും നേരെ എത്തിയത് പഴകുച്ചിയിലെ ഈ കടയ്ക്ക് മുന്നിലാണ്. അപ്പോൾ മാമ എന്നെ കാത്ത് പഴകുറ്റിയിൽ വരാമെന്ന് പറഞ്ഞു. പഴകുറ്റിയിൽ മിന്നൂസ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ പോകുന്നു. കാറിൽ ഞാൻ ഫ്രണ്ട് ഡോറ് കോ ഡ്രൈവർ സീറ്റിലേക്ക് ഞാൻ ഡോറ് തുറന്ന് അകത്ത് കയറി ഈ പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് മാമ വണ്ടി എടുത്ത് പോവുമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, ചുള്ളിമണ്ണിലേക്ക്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ മാമ വിളിക്കുന്നു. മാമയുടെ വണ്ടിയിൽ ആരോ കയറി പൈസ എടുത്തിട്ട് പോയി. താന്നിമുട്ടിക്കൊണ്ട് നിർത്തി വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഈ വണ്ടി ഇന്ന് ടെക്കെന്ന് കയറി ഒരു പൈസ എടുത്തപ്പോൾ ഞാൻ വണ്ടിയിൽ വന്ന് കയറുമ്പോൾ വണ്ടിയുടെ ഡാഷ്ബോർഡ് തുറന്ന് കിടക്കുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കാരണം. അത് നോക്കിയപ്പോൾ പൈസ പോയി. അവിടെ തിരക്കിയപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഒരു വെള്ള മുണ്ടും ഒരു വെള്ള ഉടുപ്പും ഇട്ടോ ട്രൗസർ താഴ്ന്ന് കിടക്കുന്ന ഒരു കക്ഷി, അയാളാണ് ഈ വണ്ടി കയറി ഇരുന്നത്, ഇറങ്ങിപ്പോയി. അത്രമാത്രമേ എനിക്കറിയാം. സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന കടയുടമ പറയുന്നത് ഇങ്ങനെ: കടയുടെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് ലൈം ജ്യൂസിന് ഓർഡർ ചെയ്തു. വെള്ളമൊക്കെ കുടിച്ചിട്ട് പുള്ളി പോകാനായിട്ട് ഡ്രൈവറുടെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഡാഷ്ബോർഡ് തുറന്നു കിടക്കുന്നു. പുള്ളി ഉടനെ തിരിച്ചു വന്ന് പറഞ്ഞു, വണ്ടിക്കകത്ത് ആരെങ്കിലും കയറുന്ന കണ്ട് അതിൽ വെച്ചിരുന്ന പൈസ കാണുന്നില്ല എന്ന്. അപ്പോൾ നമ്മളിവിടെ ഞാനും പുള്ളിയും സംസാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പുറത്തോട്ട് ശ്രദ്ധിച്ചില്ല. വിജനമായ ഈ വഴിയിലൂടെയാണ് ഹുസൈൻ വീട്ടിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരിക്കും? അദ്ദേഹം ഈ വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടേക്കാം. അദ്ദേഹത്തിന്റെ ജീവൻ വരെ നഷ്ടമായേക്കാം. ഇത് നെടുമങ്ങാട്ടെ മാത്രം സംഭവമല്ല. ഇത്തരത്തിൽ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘങ്ങൾ എല്ലായിടത്തുമുണ്ട്. കല്യാണാവശ്യത്തിനും ചികിത്സയ്ക്കും മറ്റുമായി ബാങ്കിൽ നിന്ന് പണവുമായി പുറത്തിറങ്ങുന്നവർ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.